യെസ്, കാശ് പോകണ്ടെങ്കിലേ ഇത് ശ്രദ്ധിക്കാം. വീട്ടിൽ പാകിയ ടൈലുകൾ ഉഗ്ര ശബ്ദത്തോടെ ഇളകി മാറി. ടൈല് വാങ്ങിക്കുന്നവരെ ശ്രദ്ധിക്കുക. ടൈല് വാങ്ങിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾ പശ വാങ്ങിക്കണം. ശ്രദ്ധിക്കുക, ടൈല് വാങ്ങിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ പശ വാങ്ങിക്കണം. നാളെ ടൈൽസ് പശയിൽ നിന്ന് വിട്ടുപോയോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായാൽ ടൈലുകാർ പശയുടെ കുറ്റം പറയും, പശക്കാർ ടൈലിൻ്റെ കുറ്റം പറയും. ലാസ്റ്റ് നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ശ്രദ്ധിക്കുക, നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഒരു പുതിയ കാർ വാങ്ങിച്ചു, ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലാണ് നിങ്ങൾ സർവീസ് ചെയ്ത ലോങ് ടൈം നിങ്ങൾക്ക് ഗ്യാരണ്ടി കിട്ടും. അല്ല നിങ്ങൾ ഒരു സാധാരണ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണിതാൽ അന്ന് കട്ട് ചെയ്യുക ഒരു ഗ്യാരണ്ടി. മനസ്സിലായില്ലേ? നഷ്ടാർക്ക നിങ്ങൾക്കാ. നമ്മുടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയാനുള്ളത്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആരും വളരില്ല, അപ്ഡേഷനിലാണ് എല്ലാവരും വളരുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പണ്ട് കാലത്ത് നമ്മൾ ടൈൽ ഒട്ടിച്ചു എന്ന് പറയുന്നത് ബോഡി സെറാമിക്കാണ്. സെറാമിക് എന്ന് പറയുന്നത് ചെളിയായിരുന്നു, അതിൻ്റെ മുകളിൽ ഡിസൈൻ കോട്ടിംഗ് ആണ്. അത് സിമെൻറ്റിൽ പിടിക്കും, ശരിയാണ്. ഇന്ന് 2x2 മുകളിലേക്ക് ഒരു സൈസ് ഉണ്ടാക്കണമെങ്കിൽ അത് സെറാമിക്കിൽ സാധിക്കില്ല, അത് വെട്രിഫൈഡിൽ സാധിക്കുള്ളൂ. വെട്രിഫൈഡ് ആണെങ്കിൽ ഒരിക്കലും വെള്ളം കുടിക്കില്ല, ഇരുമ്പ് പോലെയാണ്. അപ്പോൾ നമ്മൾ പശ ഒട്ടിച്ച് അതിന് മുകളിൽ ഒട്ടിക്കണം. പശയുടെ കളറും സിമെൻറ്റ് കളറും ഒന്നാണ്, അത് മിക്സ് ചെയ്തിട്ട് കാര്യമില്ല. അവർ എന്തെങ്കിലും ഗ്യാരണ്ടി പ്രശ്നം വരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ സിമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തിരിച്ച് ഗ്യാരണ്ടി കിട്ടുകയില്ല. ശ്രദ്ധിക്കുക, കാരണം രണ്ട് കളറും കൂട്ടിയിട്ട് പലരും മിക്സ് ചെയ്ത് ചെയ്യണത് കണ്ടിട്ടുണ്ട്. അത് ചെയ്യരുത്. 100% നിങ്ങൾ പശയിൽ തന്നെ ചെയ്യണം. പിന്നെ ചെയ്താൽ മാത്രം പോരാ, നല്ല ട്രവലിൽ വലിച്ച് നല്ല കൃത്യമായിട്ട് എയർ ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിക്കണം. അതിനുശേഷം നിങ്ങളുടെ വീടുകളിലെ ടൈലിൻ്റെ മുകളിൽ ഒരു കോല് കൊണ്ട് കുത്തി നോക്കി നിങ്ങൾ എയർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. എയർ ഉണ്ടെങ്കിൽ അത് പൊളിച്ച് പുതിയ ടൈൽ ഒട്ടിക്കണം. ഇല്ലെങ്കിൽ പിന്നീടും അത് വിറ്റും. എയർ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, അത് എയർ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ ഗ്ലാസ്സിൽ കാണിക്കുന്നത്. ഇതുമാതിരി കൃത്യമായിട്ട് എയർ ഗ്യാപ്പ് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ടൈൽ വിട്ടുപോകും, നിങ്ങൾക്ക് ഒരിക്കലും ഗ്യാരണ്ടി കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈല് വാങ്ങിക്കുമ്പോൾ പശ ടൈലിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കുക, ഗ്യാരണ്ടി നിങ്ങൾക്ക് 100% കിട്ടിയിരിക്കും.